എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ഇനി നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന തരത്തിലുള്ള വേക്കൻസികൾ ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു. ഞങ്ങൾ ആ ഒരു വേക്കൻസികൾ നോക്കി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി പരപ്പനങ്ങാടി താനൂർ എന്ന സ്ഥലങ്ങളിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി താനൂർ ഭാഗങ്ങളിലേക്ക് ഒരു കിഡ്സ് വെയർ ഷോപ്പുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. കസ്റ്റമർ റിലേഷൻ ഓഫീസർ റിറ്റെയിൽ സെയിൽസ് ഫീൽഡിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. CRO ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. കസ്റ്റമർ റിലേഷൻ ഓഫീസർ. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 15,500 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയുമായിട്ടുള്ള 2 ഷിഫ്റ്റിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. ഇതിൽ ഏത് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ കമ്പനിയെ അറിയിച്ചാൽ മതി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ, അതായത് പരപ്പനങ്ങാടിയിലുള്ള ഷോപ്പിലേക്ക് പരപ്പനങ്ങാടി ഏരിയയിലുള്ളവരെയും താനൂർ ഷോപ്പിലേക്ക് താനൂർ ഏരിയയിലുള്ളവരെയുമാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ്. സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് MCOM ക്വാളിഫിക്കേഷനുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. കോട്ടക്കലിൽ നിന്നും 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണമെന്നത് മാത്രമാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത്. 12,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ഡൗൺ ഹില്ലിലേക്കാണ്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും അക്കൗണ്ടൻ്റ് ആയിട്ടും അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കും വേക്കൻസികൾ അവൈലബിൾ ആണ്. CCE പോസ്റ്റിലേക്ക്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അക്കൗണ്ടൻ്റ് ആയിട്ട് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് BCom അല്ലെങ്കിൽ BBA പാസ്സായിട്ടുള്ള പുരുഷന്മാരെയാണ് പരിഗണിക്കുന്നത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ഈ 4 പോസ്റ്റുകളിലേക്കും 4 വേക്കൻസികളിലേക്കും 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. മലപ്പുറം ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. മികച്ച സാലറി ഉണ്ടായിരിക്കും. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്കും കോട്ടക്കലിലേക്കുമാണ്. ബില്ലിംഗ് സ്റ്റാഫായിട്ടും സെയിൽസ് സ്റ്റാഫായിട്ടും ഒരു ടെക്സ്റ്റൈൽസ് ഷോറൂമിൻ്റെ 2 ബ്രാഞ്ചുകളിലേക്ക് അല്ലെങ്കിൽ 2 ഷോറൂമുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. ഏകദേശം 10 പേരെ ഈ 2 പോസ്റ്റുകളിലേക്കായിട്ട് ഈ 2 സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ട്. ബില്ലിംഗ് സ്റ്റാഫായിട്ട് യുവാക്കളെയും സെയിൽസ് സ്റ്റാഫായിട്ട് യുവതിയുവാക്കളെയുമാണ് പരിഗണിക്കുന്നത്. ടെക്സ്റ്റൈൽസിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ളവരായിരിക്കണം. സാലറി 12,000 രൂപ മുതൽ 18,000 രൂപ വരെ ആയിരിക്കും ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ഡൗൺ ഹില്ലിലേക്കാണ്. റിസപ്ഷനിസ്റ്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, അതേപോലെ മെക്കാനിക് ട്രെയിനി പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കും. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ കമ്പ്യൂട്ടർ നോളജും ഉള്ളവരുമായിരിക്കണം. സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരുമായിരിക്കണം. മെക്കാനിക് ട്രെയിനി ആയിട്ട് ITI അല്ലെങ്കിൽ പോളി ഫ്രഷേഴ്സിനെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 3 പോസ്റ്റുകളിലേക്കും അല്ലെങ്കിൽ 3 വേക്കൻസികളിലേക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. മലപ്പുറം ടൗണിലുള്ളവരെ അല്ലെങ്കിൽ മലപ്പുറം ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.
അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ഒതുക്കുങ്ങലിലേക്കാണ്. അക്കാദമിക് കൗൺസിലർ ആയിട്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറി 15,000 രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഫ്രഷർ ആണെങ്കിൽ 10 to 12,000 രൂപ പ്രതീക്ഷിച്ചാൽ മതി. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ 12 to 15,000 രൂപയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അടുത്ത വേക്കൻസി വരുന്നത് ഒരു പ്രമുഖ കഫേ ശൃംഖലയിലേക്കാണ്. അതും വേക്കൻസി വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമുണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുമുള്ള 14 ജില്ലകളിലേക്കും വേക്കൻസികൾ അവൈലബിൾ ആണ്. പ്രമുഖ കഫേ ശൃംഖലയിലേക്ക് ഔട്ട്ലെറ്റ് മാനേജർ, കൗണ്ടർ സ്റ്റാഫ്, ക്രൂ മെമ്പർ, സർവീസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. നാളെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഔട്ട്ലെറ്റ് മാനേജറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സർവീസ് ക്രൂ ആയിട്ടും അതേപോലെ തന്നെ കൗണ്ടർ സ്റ്റാഫ്, ക്രൂ മെമ്പർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. 10 to 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്ത് തരിക. മികച്ച സാലറി ഉണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കയ്പമംഗലം ഭാഗത്തേക്കാണ്. കസ്റ്റമർ കെയർ മാനേജർ CCM പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. UG അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരും അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരുമായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് CRE പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഫ്രഷേഴ്സിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. മിനിമം 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ളവരായിരിക്കണം. 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് അക്കൗണ്ട്സ് ഹെഡ്, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. അക്കൗണ്ട്സ് ഹെഡായിട്ട് 2 പോസ്റ്റിലേക്കും യുവാക്കളെ പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ BCom പാസ്സായിരിക്കണം. അക്കൗണ്ട്സ് ഹെഡ് പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നെഗോഷ്യബിൾ ആണ്. സാലറി വരുന്നത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അക്കൗണ്ടൻ്റ് ആയിട്ട് യുവാക്കളെ പരിഗണിക്കും. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സാലറി 12,000 രൂപയായിരിക്കും. ഈ 2 പോസ്റ്റുകളിലേക്കും 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കൊടുവള്ളിയിലേക്കാണ്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് CCE പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. 30 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ലാംഗ്വേജുകൾ ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവുള്ളവരായിരിക്കണം. സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. കമ്പ്യൂട്ടർ നോളജ് MS ഓഫീസ് അറിയുന്നവരായിരിക്കണം. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:45 വരെയായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമാണ്. കേരളത്തിലെ 14 ജില്ലകളിലേക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലേക്കും സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് അവൈലബിൾ ആണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. മികച്ച സാലറി ഉണ്ടാവും. ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ എവിടെയും ജോലി ചെയ്യാം. പക്ഷേ കമ്പനി ആയിരിക്കും നിശ്ചയിക്കുക നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലയിൽ ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല, ചിലപ്പോൾ നടക്കും. കമ്പനിയാണ് നമ്മൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക.
അതാത് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ്. സെയിൽസ് സ്റ്റാഫായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ 8,000 രൂപ മുതൽ 10,000 രൂപ വരെയായിരിക്കും സാലറി. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ 12,000 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയും ഫീമെയിൽസിന് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയും ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വണ്ടൂരിലേക്കാണ്. വണ്ടൂരിലേക്ക് അക്കാദമിക് കൗൺസിലറായിട്ടും ഡ്രൈവറായിട്ടും വേക്കൻസി ഉണ്ട്. അക്കാദമിക് കൗൺസിലറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സാലറിയോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ്. ഡ്രൈവറായിട്ട് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ആവശ്യം. ഇതൊരു ഓഫീസ് വർക്കാണ് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് വർക്കല്ല, ഓഫീസ് വർക്കാണ്. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 12,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി തൊടുപുഴയിലേക്കാണ്. തൊടുപുഴയിലേക്ക് ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, സൂപ്പർവൈസർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. ബ്രാഞ്ച് മാനേജറായിട്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. എക്സ്പീരിയൻസ് മിനിമം 5 വർഷത്തെ ഉണ്ടായിരിക്കണം. 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ബ്രാഞ്ച് മാനേജറായിട്ട് പരിഗണിക്കുന്നത്. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറായിട്ട് പുരുഷന്മാരെ തന്നെയാണ് പരിഗണിക്കുന്നത്. മിനിമം 3 മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. ബില്ലിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. പുരുഷന്മാരെ തന്നെയാണ് പരിഗണിക്കുന്നത്. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽ സെക്ടറിൽ ഉണ്ടായിരിക്കണം. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പരിഗണിക്കും. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റി ഗാർഡായിട്ട് SSLC അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് പരിഗണിക്കുന്നത്. റിറ്റെയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും മികച്ച സാലറി തന്നെ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. ബാക്കി ഡീറ്റെയിൽസ്, സാലറി എത്രയാണെന്നും ഇൻസെൻറ്റീവ് എത്രയാണെന്നും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അതുമാത്രമല്ല, ഈ ഒരു വേക്കൻസിയിലേക്ക് തൊടുപുഴ ടൗണിൽ നിന്നും 15 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതല്ല. അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലേക്ക് ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, AC ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത്. AC ടെക്നീഷ്യനായിട്ട് 2 പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ്. AC ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുന്നത്. ഏകദേശം 25,000 രൂപ വരെ സാലറി ഉണ്ടാവും. അത് കരുതിയിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് 25,000 രൂപ ലഭിക്കണമെന്നില്ല. 15,000 to 18,000 രൂപ വരേക്കും സാലറി ഉണ്ടാവുക. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 15,000 രൂപ വരെയാണ് സാലറി ഉണ്ടാവുക. ഈ 2 പോസ്റ്റുകളിലേക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും തൃശ്ശൂർ ജില്ലയിലേക്ക് തന്നെയാണ്. തൃശ്ശൂർ ചെറ്റുപുഴയിലേക്ക് ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ്സായിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 26,000 രൂപ വരെ സാലറി ഉണ്ടാകും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്കാണ്. സെൻട്രൽ ഇൻചാർജ് പോസ്റ്റിലേക്കും IT ട്രെയിനർ പോസ്റ്റിലേക്കും വേക്കൻസികൾ അവൈലബിൾ ആണ്. സെൻട്രൽ ഇൻചാർജ് പോസ്റ്റിലേക്ക് MSW ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് ആവശ്യം. 20,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. IT ട്രെയിനർ പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് ആവശ്യം. 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അരീക്കോട്ടേക്കാണ്. അരീക്കോട്ടേക്ക് അക്കൗണ്ടൻ്റായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. 2 പേരെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. BCom പാസ്സായവരായിരിക്കണം. ടാലി, Excel, GST, ഇൻകം ടാക്സ് അല്ലെങ്കിൽ അതേപോലെ TDS പോലെയുള്ളവയിൽ അറിവുള്ളവരായിരിക്കണം, നോളജ് ഉള്ളവരായിരിക്കണം. 12,000 രൂപ വരെയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറി പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304 92 80 62 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലേക്ക് റിസപ്ഷനിസ്റ്റ്, സ്റ്റുഡൻറ് കൗൺസിലർ, ആപ്ലിക്കേഷൻ എക്സിക്യൂട്ടീവ്,
സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്കൊന്ന് പൂർണ്ണമായിട്ട് നോക്കാം. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ടാലി അറിയുന്ന ഒരാളെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അതിൽ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെയും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്തവരെയും പരിഗണിക്കും. സ്റ്റുഡൻറ്റ് കൗൺസിലർ പോസ്റ്റിലേക്ക് 2 പേരെയാണ് ആവശ്യം. ഫീമെയിൽ വേക്കൻസിയാണ്. 6 മാസം മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ആപ്ലിക്കേഷൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് സ്റ്റഡി അബ്രോഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 4 പേരെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. മികച്ച സാലറി ഉണ്ടാവും. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് ഓഫീസ് ബോയ് ആയിട്ട് വേക്കൻസി ഉണ്ട്. ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 2 വീലറും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം മൊറയൂരിലേക്കാണ്. ഒരു പ്രീ പ്രൈമറി ആൻഡ് പ്രൈമറി CBSE സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെയും ഓഫീസ് സ്റ്റാഫായിട്ടും വേക്കൻസികളുണ്ട്. 2 പോസ്റ്റുകളിലേക്കും ഫീമെയിൽസിനെയാണ് പരിഗണിക്കുന്നത്. ടീച്ചറായിട്ട് KG സെക്ഷൻ പ്രൈമറി സെക്ഷനിലേക്കാണ് അവസരമുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഒന്നുകിൽ ഡിഗ്രി അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ B.Ed അല്ലെങ്കിൽ മോണിറ്റേഴ്സറി ടീച്ചിങ് പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. ഓഫീസ് സ്റ്റാഫായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. MS Excel, MS Word, MS PowerPoint, Photoshop, CorelDRAW, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ്, ടാലി, അക്കൗണ്ടൻറ്റ് പോസ്റ്റ് എന്നിവയിൽ നോളജ് ഉള്ളവരായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ്, സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് കൊടുവള്ളിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് DME ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് മാത്രമാണ്. 30 വയസ്സിന് താഴെ ഇരിക്കണം പ്രായം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:45 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ, അതായത് കൊടുവള്ളിയിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊടൂരിലേക്കാണ്. ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 15,000 രൂപ മുതൽ സാലറി ഉണ്ടാകും. ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം കോടൂരിലേക്ക് തന്നെയാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസി ഉണ്ട്. ഒരാളെയാണ് ആവശ്യമുള്ളത്. വർക്ക് ഫ്രം ഹോം ആയിട്ടും ഓഫീസ് വർക്കായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക. ഓഫീസ് വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി, ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാലറി, കമ്മീഷൻ, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ആണെങ്കിൽ സാലറി ഫിക്സഡ് ആയിട്ടുള്ള സാലറി ഉണ്ടായിരിക്കും. കൂടാതെ സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. ഈ 2 പോസ്റ്റുകളിലേക്കും, അതായത് വർക്ക് ഫ്രം ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും ഓഫീസ് വർക്കാണെങ്കിലും ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക്, അതായത് കൊടൂരിൽ നിന്നും 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഓഫീസ് വർക്കായിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഒരു വേക്കൻസി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് അരീക്കോട്ടേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. BCom പാസ്സായിരിക്കണം. ടാലി, എക്സൽ, GST, ഇൻകം ടാക്സ്, TDSൽ അറിവുള്ളവരായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഫ്രഷർ ആണെങ്കിൽ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ഇതിനൊക്കെ കുറിച്ചുള്ള നല്ല വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഫ്രഷർ ആണെങ്കിൽ 12,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ വരെ സാലറി ഉണ്ടാവും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടുപറമ്പിലേക്കാണ്. അക്കാദമിക് കൗൺസിലറായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഫ്രഷർ ആണെങ്കിൽ 8,500 മുതൽ 10,000 രൂപ വരെ ആയിരിക്കും സാലറി. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ 10,000 to 12,000 രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.
അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഡൗൺ ഹില്ലിലേക്കാണ്. മലപ്പുറം ഡൗൺ ഹില്ലിലേക്ക് റിസപ്ഷനിസ്റ്റായിട്ട് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ നോളജുള്ളവരും ആയിരിക്കണം. 13,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ജോലി ആവശ്യമുള്ളവരിലേക്ക്, ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ ജോലി അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കും.